എവിടാ വെച്ചേ? ദൈവമേ, ഇനി ഇത് മതി വീടിളക്കാൻ. അമ്മയെ വിളിച്ച് പറയരുതാ മതിയായിരുന്നു. ഭഗവാനെ, അതാ കൊണ്ടുവരുന്നു. എവിടെ? ബാങ്കിൽ പോവാ. വരുന്നു. ചവച്ചു അയ്യോ, അവിടെ ഇവിടെ ഉള്ളമാർക്ക് ഒരു വിചാരമുണ്ട്, ഞാൻ നിൻ്റെ അച്ഛനും നീ എൻ്റെ മോളും ആണെന്ന്. അതിടയ്ക്ക് ഒന്ന് മാറ്റാൻ ഇങ്ങനെയൊക്കെ വേണം. ഞാൻ പോയിച്ചു വരാം. കഥ തുറക്കണ്ട കേട്ടല്ലോ. ഗേറ്റ് ഞാൻ പൂട്ടി കഴിയും പോകുന്നത്. ആര് വന്നാലും അത് എൻ്റെ കൂടെ തുറന്നിട്ട് ആരാ എന്താണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ അവരെ അകത്തോട്ട് കയറ്റാവൂ കേട്ടോ. ഓ ഇത് വായിക്കുവാ. തലകടി ഒരു ക്രിക്കറ്റ് കളി. അല്ല, ഇങ്ങനെ കംഫർട്ടായിട്ട് ഇരുന്നതാ. ഇങ്ങനെയാണ് വീട്ടിൽ ഇരിക്കുന്നത്. കൊള്ളാലോ. ഞാൻ രാവിലെ ഇവിടെ അങ്ങോട്ട് പോയ പോലല്ലോ. ഞാൻ കുളിച്ചു. കുളിച്ചോ? നീ കഥ തുറന്ന് നടത്തിയിട്ടാ കുളിക്കുന്നേ? അല്ല, ഞാന് കഥ അടച്ചിട്ടാ കുളിച്ചേ. എന്തിനാ? ഞാൻ പറഞ്ഞില്ലേ കഥ നടത്തി ഇരുന്നാ മതി. എന്തൊരു രാത്രി 12 മണിക്ക് ശേഷം ഇതാരുണ്ട്? അല്ല, ഇത് നേരത്തെ ഇരുന്നതാ. ഇവിടെ എവിടെ ഇരുന്ന്? ആരടി അഖില്? എഴുതിയ ആളുടെ പേര് അഖിലെന്നാ. ഇവന്റെ ബുക്ക് നീ നേരത്തെ വായിച്ചിട്ടുണ്ടോ? ഇല്ലയോ? ഇവനെ കൊണ്ട് തന്നെ. അല്ല, ഇത് എന്റെ ബുക്ക്. അഖിലിന്റെ ബുക്ക് ഞാൻ നേരത്തെ വായിക്കാറുള്ളതാ. ലവ് ലെറ്റർ വല്ലതും ഉണ്ടോ അതിന്? ഇല്ല. അതെന്താ ഇല്ലാത്ത? അതും കാണണോ ഇതിനകത്ത്? എടി, നിന്നോട് ഞാൻ എന്തോ പറഞ്ഞിട്ട് പോയത്? എന്തോ ഞാൻ പറഞ്ഞിട്ട് പോയത്? ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഈച്ച പോലും അകത്ത് കയറില്ലെന്ന് ഞാൻ പറഞ്ഞേ. ആരെങ്കിലും വെളി വന്നാൽ ഇവിടുന്ന് തുറന്നു നോക്കി എന്താ ഏതാണെന്ന് തോന്നിയെങ്കിലും കയറ്റിയാൽ മതി പറഞ്ഞോ? പറഞ്ഞേ. കൊള്ളാലോ നീ. നെറ്റോ കയറുന്നേ? അത് കൊള്ളാലോ നീ. ആഹാ, ഞാനും കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോ ഇതാ നിന്റെ പരിപാടി ഇല്ലയോ? ആൾക്കാരെ വിളിച്ചേറ്റാ. വേറെ ആരടി ഇവൻ? ഇതാണോ അഖിലേ? ഇവനാണ് ഇവിടെ കൊണ്ടു തന്നത്. അവള് ഇറങ്ങിയിട്ടേക്കുന്നു. എന്തുകൂടി ഇത്? പോയി മാറി. അവിടെ എന്ത് മുടി ഇങ്ങനെ വെച്ചിട്ടേക്കുന്നത്? എന്ത് അയച്ചിട്ടേക്കുന്നത്? കട്ടേ. ആഹാ, എന്തുവായത്? തലമുണിക്ക് തലമുണിക്കടി. അങ്ങനെ കേട്ടോ. അല്ലേ, ഒരുപാടങ്ങ് വളയരുത് കേട്ടോ. പോയി ചായട്ടുണ്ടോ? പോ. അങ്കിളോ? ആണേ അങ്കിള്? അല്ലേ, കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ഒന്ന് കയറിയല്ലോ. അപ്പോഴത്തേക്ക് ഞാനങ്ങ് അങ്കിളാ ഇല്ലയോ? വിശേഷക്കാരി. കൊള്ളാമല്ലോ നീ. ഇടേ, നമ്മളൊന്നും 10-30 വയസ്സിന്റെ വ്യത്യാസമൊന്നുമല്ല. ഒരു 20-25 അത്രേ ഉള്ളൂ. നീ അത്ര ചെറുപ്പക്കാരി ഒന്നുമില്ല. നിന്നെ കണ്ടാലും നല്ല പ്രായമൊക്കെ പറയും. അവള് ഒന്ന് ഇറങ്ങി വെക്കുന്നങ്ങ്. നീ ഡൈ അടിക്കും, ഞാൻ ഡൈ അടിക്കത്തില്ല. അത് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അല്ല ചേട്ടാ, ഞാനേ ചുരിദാർ ഇട്ടോട്ടെ. ചുരിദാർ ഇട്ടോട്ടെ? എന്തോ ഇതിന്? എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. സാരി ഭയങ്കര കംഫർട്ടില്ല. ആര് പറഞ്ഞു കംഫർട്ടോ? എനിക്ക് എന്തോ കംഫർട്ടെന്ന് അറിയുമോ? കോണ ഇന്ന് പറഞ്ഞ ഞാൻ അതിനാണ് പുറത്തോട്ട് വന്നത്. അതെ, ഈ നാട്ടുകാർ കണ്ട് ഞാൻ വിചാരിക്കും ചുരിദാറൊക്കെ പെണ്ണുങ്ങൾ വരുന്ന കാലം പണ്ടായിരുന്നു. അപ്പൊ വീട്ടിലെ പെണ്ണുങ്ങൾ സാരി കൊടുത്താൽ മതി. ആണുങ്ങൾ പറയും അത് ചെയ്തോണം. ഓ വന്നേക്കുന്നു. അപ്പൊ ആളുടെ പിന്നെ ഇളക്കിയ പോകത്തുള്ള അവള്. എന്തുടി ജനലോ? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. തുറന്നിട്ട് നോക്കിയിരിക്കുക നാറി.
പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ എന്താ വെച്ചേ വരുന്നു. പൂവിൻ വേദന. എന്തുവാ ചായ ചായ ഇതിനകത്ത് പഞ്ചാര കാഞ്ഞേ കഴിഞ്ഞ ദിവസം ചെക്കപ്പിന് പറഞ്ഞില്ലേ ഡോക്ടർ മധുരം കഴിക്കരുതെന്ന്. ചെക്കപ്പിന് പാരടി പറഞ്ഞ പഞ്ചാര ഉപയോഗിക്കരുത്. നിനക്ക് അവൻ പറയുന്നതോ ഞാൻ പറയുന്നതോ? ഞാൻ ആരെന്റെ ഭർത്താവ്? ആരെന്റെ ഭർത്താവ്? കണ്ടമാര് പറയാൻ നമുക്ക് ഞാൻ പറഞ്ഞ കുഴപ്പമില്ലല്ലോ അല്ലേ? കൊള്ളാമല്ലോ. മോൻ കരുതും കണ്ണി മൂടി വന്നിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ അനുസരണം വേണം എന്തെങ്കിലും ഒരു കാര്യം. അതങ്ങനെ തല വന്ന് കയറിയില്ലോ. ജാതകം 10-9 പൊരുത്തുമായിപ്പോയി. എടാ ഇതിനെക്കാട്ടി നല്ല അകത്തമ്മമാര് ഇതിനെക്കാട്ടി നല്ല അകത്തമ്മമാരുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എനിക്ക് ആലോചന ഒന്നറിയാമോ? ഇപ്പൊ കിട്ടിയായിരിക്കുന്ന ഒരു മൂച്ചാട്ട പിടിച്ചൊരു സാധനം. അതങ്ങനെ വീട്ടിലെ ആണുങ്ങളെ ബഹുമാനിക്കാൻ അങ്ങനെ വേണം ജീവിക്കാൻ. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു അറിയാമോ? അവള് കാലെടുത്ത് അവളുടെ തോളയില് താരി അവളെ കൊടുങ്കാറ്റും മുടിവർത്തലും രാത്രി 12 മണിക്ക് ശേഷം പിടിക്കുന്നുണ്ട് ഞാനവനെ. രാത്രി 12 എന്തുകൊണ്ട് എൻ്റെ പേര് അഖില്. മറക്കത്തില്ല അവളെ ഒരിക്കലും. അത്രയൊക്കെ ഉണ്ടല്ലോ ഓർമ്മകള്. ഇപ്പൊ പഞ്ചരക്കിനോടി ഓ കണ്ണിന് മുന്നിൽ നിന്ന് പൊങ്ങാതെ. ദൈവം തമ്പുരാനെ ഇങ്ങനെ ഓരോന്നിനെ കിട്ടുന്നത്. ചുമ്മാ ആവശ്യമില്ലാതെ ഓരോരോ എന്തെങ്കിലും ചെറിയ കിട്ടിയാൽ അന്നേരം പൂങ്കണ്ണീര്. എന്തുവാ ഇത്? പഞ്ചാര ഇട്ടോ? 2 സ്പൂൺ ഇട്ടു. ആ ഇതാണ് ചായ. ഇങ്ങനെ വേണം ചായയുടെ. അല്ലാണ്ട് എന്തെങ്കിലും കാക്കറി പൂക്കറി കാണിച്ച് കഴിഞ്ഞാൽ ചായ ആവത്തില്ല. അതങ്ങനെ കുടുംബത്തെ ആളുകളെ ബഹുമാനിക്കാൻ പഠിക്കണം. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ ജീവിച്ചാലേ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എല്ലായിടത്തും ഒരു അയ്യോ എന്തോ പെട്ടെന്ന് മരുന്ന് വല്ലതും വേണോ? എന്തിന്റെ ബിപിയുടെ ആണോ? ഗ്യാസ് ആണോ? കൊളസ്ട്രോൾ ആണോ? വൈറ്റമിൻ ആണോ? എയ്ഡ്സ് വല്ലതും ആണോ? ഷുഗറിന്റെ എൻ്റെ വായിക്കാത്ത എന്തൊക്കെ തരം വാർത്തകളാണ് നോക്കണേ. സ്വീഡനിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി നഗ്നതാ പ്രദർശനം പ്രതിഷേധം. 300 സ്ത്രീകളിൽ ഒരെണ്ണത്തെ കാണാണ്ടായി. പിന്നെ എങ്ങനെ കാണാണ്ടിരിക്കും? അമ്മാതിരി ചെറ്റത്തിനും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉണ്ടല്ലോ പിടിച്ച് കെട്ടിയിട്ടങ്ങ് അറിയണമെന്ന് പറയാതിരിക്കുന്നത് എങ്ങനെ? ദാണ്ടാ കൂട്ടം തെറ്റിയ പെണ്ണ്. ദൈവമേ അവൾ ഇവിടുന്ന് നടന്നു വന്നാ. എന്തൊക്കെയാ കേരളത്തിൽ നടക്കുന്നത് നോക്കുന്നു പോയി. എന്റെ പൊന്നു ദൈവമേ എവിടെയും പോയി തൊള്ളട്ടെ നാശങ്ങളൊക്കെ. എന്റെ ദൈവമേ കേരളത്തിലാണെന്നിലേക്ക് വെച്ച് വന്ന് വീണത്. പോയാലും കൊള്ളാം. ഇവിടുത്തെ ദാ കയറി വരുന്നത്. ഇവിടെ പ്രദർശനം. ഇവിടുത്തെ തുണിയിൽ ഇവിടെ വരുന്നേ അങ്കിളോ? ഏതെങ്കില്? അല്ല ചേട്ടാ. നീ സ്വീഡനിൽ തുണി തരാൻ വന്നില്ല ഇവിടെ? സ്വീഡനോ? ഞാൻ അന്റാർട്ടിക്കന്നാ വന്നേ. അന്റാർട്ടിക്കയിൽ നടക്കുന്നുണ്ട് പ്രതിഷേധം. പൊന്നു ഞാൻ എന്ത് വന്നാലും ശരി എന്റെ ഈ മുറ്റത്ത് ഇമാതിരി പരിപാടി ഞാൻ നടത്തത്തില്ല. നിനക്ക് തുണി ഊഴണമെങ്കിൽ നീ ആ 12 സെൻട്രലാണെന്ന് നിന്ന് പ്രതീക്ഷിച്ചു പൊക്കോ. മോളെ ഒന്ന് വിളിക്കോ? ഗോപികയെ. മോളോ? എനിക്ക് മോളൊന്നുമില്ല. ഗോപിക എന്റെ ഭാര്യ. അവളെ വിളിച്ചിട്ടുണ്ടോ? വന്നേണോ ഇനി? അങ്കിളിന്റെ ഭാര്യയാണോ അവള്? ഞാൻ പറഞ്ഞു ഞാൻ അങ്കിളല്ല. അല്ല മാമന്റെ, അല്ല ചേട്ടന്റെ. എന്റെ ഭാര്യയാണ് ഗോപിക. അവനെ കെട്ടാനായിട്ട് അവളെ ഒന്ന് വിളിക്കോ? അവളോടില്ല. അവള് വളം മേടിക്കാൻ വേണ്ടി ചന്ത വരെ പോയി. ചേട്ടാ ചായ എടുത്ത് വെച്ച്. ഫ്രണ്ട് കോളേജിൽ എന്നോട് പഠിച്ചതാ. ഈ ചന്ത പറയുന്ന ഈ ചന്തേ പോയിന്ന്. നമുക്കകത്ത് പോവാ. മാറു മാമ.
എടി നിനക്ക് സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നടി. നീ ഇപ്പൊ എവിടുന്നാ വരണേ? ഞാൻ അരവിന്ദിന്റെ കൂടെ പെറുവിലായിരുന്നു 2 മാസമായിട്ട്. പറയാ മതിയായിരുന്നു. ഇപ്പം ഇനി എവിടുന്നാ വരുന്നേ? ഇപ്പൊ ഞാൻ അന്റാർട്ടിക്കയാണ് കിരണിന്റെ കൂടെ ടൂർ പോയേക്കായിരുന്നു. ഓഹോ, ഈ 2 ദിവസം കഴിഞ്ഞ് തുണിയിൽ കഴിഞ്ഞ് പോകുന്നത് നേരെ. എടി അതൊക്കെ പോട്ടെ, ഇതെന്താ നീ പട്ടി കോലത്തില്? ഇതെന്താ ഇങ്ങനെ? പിന്നെ ആ കൊച്ചു എങ്ങനെ നടക്കണം? നിന്റെ കൂടെ റോക്ക് ഇട്ട് നടക്കണോ? ചേട്ടൻ ഇവളെ അറിയാൻ വയ്യാഞ്ഞിട്ടാ. കോളേജിലൊക്കെ ഇവളെ എന്തുവായിരുന്നു. എന്തുവായിരുന്നു? ഇവള് കോളേജിൽ ഇത്രയുള്ള ഷോർട്സ് ഒക്കെ ഇട്ടോണ്ടായിരുന്നു വന്നോണ്ടിരുന്നത്. എത്ര ഉള്ളേ? ആദ്യം ഇത്രേ, പിന്നെ ഇത്രേ, പിന്നെ ഇത്. അത്ര ഉള്ളത് ഞങ്ങൾ ഷഡ്ഡി എന്നാ പറയുന്നത്. അല്ല ചേട്ടാ, ഷോർട്സ്. നിങ്ങൾക്ക് ഷോർട്സ് ആയിരിക്കും, ഞങ്ങൾക്ക് ഷഡ്ഡി. അതാണ്ട ഈ ടൈം സാധനം. ഇത് തന്നെ എക്സാക്ട്ലി. നീ എന്തിനാ വന്നേ? ചുമ്മാ വന്നാണോ? ചുമ്മാ ഒന്നുമല്ലടി, കോളേജ് കഴിഞ്ഞ് 3-4 വർഷമായില്ലേ, നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിന്നെ അറിയിക്കാൻ വേണ്ടി വന്നാ. ഓ, അതിന് വന്നേ റോക്ക് പറ്റി. നീ വരത്തില്ലേ? ചേട്ടൻ വരത്തില്ലേ? ഇല്ല. ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം, ഇത്രയും തറവാടുത്തോ പുരോഗമനവാദോ ഒക്കെ ഉള്ള ചേട്ടൻ ഇവളെ വിടത്തില്ലേ? വിടത്തില്ലേ ചേട്ടാ? വിടത്തില്ലേ? അങ്ങേരാട്ടി വിടും. എല്ലാരും വരുന്നുണ്ടോ? എല്ലാരും ഉണ്ട്. കാവ്യുണ്ട്, രാഹുലുണ്ട്, അനന്തുണ്ട്, എല്ലാരും വരുന്നുണ്ട്. പിന്നീട് ദാസ് നീയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഓ ഇല്ലടി, എൻ്റെ കയ്യിൽ ആരുടെ നമ്പറൊന്നും ഇല്ല. അതൊക്കെ വെറുതെ, അത് നീ വിട, നമുക്കറിയാലോ. ദാസിനെയൊക്കെ കണ്ടിട്ട് തന്നെ എത്ര നാളായി. ദാസൊക്കെ ഇപ്പൊ എന്നെ മറന്നു കാണും. ആണോ? നീ നമ്പർ ഒപ്പിച്ചു തരാം, നീ വിളിക്കുവോ? ദാസ് ഇപ്പൊ എന്നെ മറന്നു കാണും, വിളിച്ചാലൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അത് നീ വിട്. നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നീ വിളിച്ചാൽ പുള്ളി വരും. നിങ്ങൾ എവിടെയാ ഇത് കൂടുന്നത്? ഇത് നമ്മളിങ്ങനെ ഹാളും ഓഡിറ്റോറിയം ഒക്കെ നോക്കുന്നുണ്ടടി. പക്ഷെ ഇപ്പൊ കല്യാണ സീസൺ ആയതുകൊണ്ടേ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ആരെങ്കിലും വീട്ടിൽ കൂടണം. അത് നോക്കുന്നുണ്ട്. നിങ്ങൾ 2 പേര് മാത്രല്ലേ ഉള്ളൂ ഇവിടെ? ഇവിടെ ഞങ്ങളെ ഉള്ളു. ഞാനിപ്പോ ഇവിടെ ഒറ്റയ്ക്ക്. പിന്നെ ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചേട്ടൻ എന്തെങ്കിലും പണിക്ക് പോട്ടെ. പിന്നെ ഇവിടെ നമുക്ക് നടത്താം. ഇവിടെ ആവുമ്പോൾ നല്ല സ്പേഷ്യസ് ആണ്, ഇവിടെ നടത്താം. ചേട്ടൻ സമ്മതിക്കത്തില്ലേ? ഇല്ല. ഇത്രയും കുടുംബ മഹിമയും തറവാടുത്തോ ഉള്ള ഈ വീട്ടിൽ ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ വെക്കാൻ ചേട്ടൻ സമ്മതിക്കത്തില്ലേ? ഇല്ല ചേട്ടാ, സമ്മതിക്കത്തില്ലേ? ഞാൻ പിന്നെ ഇരുന്ന് നാട്ടിന്ന് സമ്മതിച്ചു. എടി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്, ദാഹിക്കുന്നു. ഞാൻ കോഫി എടുക്കാം. ചേട്ടൻ കോഫി വേണ്ടേ? വേണ്ട. കൊടുക്കണ്ട, ഷുഗർ ഒന്ന് തട്ടി പോകും. നമുക്ക് എടുക്കാം, വാ. റൗക്കൊക്കെ വെള്ളാമത് റീനി ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. റൗക്കായിട്ടുണ്ട് വന്നേക്കോളൂ. എന്താ? കോട്ട് സെറ്റ്. സാരി എന്ത് ചെയ്യും? സാരി എനിക്ക് കുറച്ചൊക്കെ ഉള്ളായിരുന്നു, ഞാൻ കഴുകിയിട്ടു. മഴ കാരണം ഉണങ്ങിയിട്ടുമില്ല. ഉണങ്ങിയിട്ടില്ലേ? ഉണങ്ങിയിട്ടില്ല. നിന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പറഞ്ഞ സാമാനങ്ങൾ വരുന്ന പണ്ടായിരുന്നു, ഇപ്പോഴല്ല. എനിക്ക് കംഫേർട്ടാ. എടി, ഈ സാരി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നത്തെ കാലത്ത് അതേ, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, ഞാൻ ഉണ്ടാക്കിക്കോളാം. വേണ്ട ചെലവെടുക്കണ്ട. എടി, ദാസിന്റെ നമ്പർ കിട്ടി, ഞാൻ അയച്ചിട്ടുണ്ടേ. നീ ഇപ്പൊ തന്നെ വിളിക്കുക കേട്ടോ. ഞാൻ നോക്കാം, ഞാൻ വിളിക്കാം. ഹലോ, ദാസല്ലേ? ഞാൻ ഗോപികയാ. എന്നെ ഓർമ്മയുണ്ടോ? പണ്ട് കോളേജിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു റീയൂണിയൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ദാസിനെ ഒന്ന് മീറ്റ് ചെയ്യണം. ഞാനും ഉണ്ടാവും. ദാസ് വരത്തില്ലേ? ഓക്കെ, നന്നായിരുന്നു വന്നിരുന്നെങ്കിൽ. ശരി, ഓക്കെ ഓക്കെ, ശരി ശരി. അതെ, ദാസ് വരും കേട്ടോ. വരും.
ദാസ് വരും, നടത്തിക്കാം കേട്ടോ. നിന്റെ റിയൂണിനെ നടത്തിക്കാൻ. നമ്മൾ തമ്മിൽ ഉടക്കുണ്ടായി കഴിഞ്ഞാലേ ഇത് നടക്കൂലല്ലോ. കാണിച്ചാടി, നിന്നെ ഞാൻ കരയിക്കും, നീ നോക്കിക്കോ കേട്ടോ. കരയിക്കും നിന്നെ ഞാൻ. നിന്റെ റിയൂണിയൻ നീ ഇപ്പോൾ ഉണ്ടാക്കുക. ചായ ഞാൻ വരുന്നു. ഇന്നേട്ടാ എനിക്ക് കാപ്പി മതി. ഇത് കോഫിയാ. എന്നാ ഇത്ര മഞ്ചേരട്ടെ? പഞ്ചാര വേണ്ടേ? ഇപ്പം മാറ്റി. വേണ്ട. രാത്രി എന്താ കഴിക്കാൻ? രാത്രി ചപ്പാത്തി. എനിക്ക് ചോറ് മതി. ഉച്ചക്കത്തെ ചോറുണ്ട്, ഞാൻ എടുത്തു വെച്ചേക്കാം. എന്നാ എനിക്ക് പൂരി മതി. ഒന്ന് പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഹോ, എന്നാ എനിക്കിന്ന് പുട്ട് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. പുട്ടുണ്ടാക്കി. പുട്ട് എനിക്ക് കഴിക്കാൻ ഞാൻ ഉണ്ടാക്കുന്നത്, അത് ചേട്ടൻ എടുത്തോ, ഞാൻ ചപ്പാത്തി കഴിച്ചോളാം. എന്നാ എനിക്കിന്ന് ഇപ്പൊ പുട്ടിന്റെ കൂടെ എനിക്ക് മുട്ടക്കറി മതി. ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു ഇന്നത്തെ ഡിഷ്. മുട്ടക്കറി ഉണ്ട്. എന്നാ എനിക്ക് ഒന്ന് കുളിക്കണം. നീ ചൂടുവെള്ളം എടുത്തേ. കുറച്ച് മുമ്പല്ലേ ചൂടുവെള്ളം റെഡിയാക്കിയത് ഞാൻ പറഞ്ഞത്. ബാത്റൂമിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കുളിച്ചാട്ടെ. ചെല്ലും. എന്നാ എന്നെ ഷർട്ട് കൊണ്ടു വെച്ചോക്കടി. ഇന്നലെയല്ലേ തേപ്പുകാരൻ വന്നിട്ട് ഷർട്ടും മുണ്ടും തേച്ച് വെച്ചത്? അത് മറന്നുപോയോ? ഒരു ഓർമ്മശക്തി ഇല്ല കേട്ടോ, പ്രായമായി വരുന്നതിനനുസരിച്ച്. എന്നാ ഒരു കാര്യം ചെയ്യും, നീ നമ്മുടെ മുറി ക്ലീൻ ചെയ്യും. അതിപ്പോ ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്താ, ഇന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലീൻ ചെയ്യാം. ചേട്ടാ, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ വരുമല്ലയോ, അപ്പൊ റൂമും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ മേൽവശം മൊത്തം ആകെ പൊടി പിടിച്ചെടുക്കും. അപ്പൊ ആൾക്കാരെ ഒന്ന് വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നാണക്കേടല്ലേ? ചേട്ടനല്ലേ നാണക്കേട്? നോക്കത്തില്ലേ, നിന്റെ റീയൂണിയോടെ നടക്കുന്ന എനിക്കൊന്ന് കാണണം. പറഞ്ഞോ, എന്നാലല്ലേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? വിടാൻ വിട്ടു. ഞാൻ പക്കം. എന്റെ ഭാര്യ അവളെനിക്ക് നഷ്ടപ്പെടും. അവള് പോവും. ആരോടാ? ദാസൻ. ദാസൻ എന്നാണ് എൻ്റെ പേര്. ഓ, കരയാൻ തോന്നുന്നുണ്ടോ? കരഞ്ഞോ? സഹായിക്കല്ലേ ഞാൻ ഉള്ളത്. പോട്ട് വിഷമിക്കല്ലേ. അവിടെ പിടിക്കല്ലേ, കുത്തു കിട്ടിയതാ. വിഷമിക്കല്ലേ, അങ്ങോട്ട് മാറി. വിഷമിക്കല്ലേ. അപ്പൊ ഫോട്ടോ കയ്യിലുണ്ടോ? ഇല്ല. പേര് മാത്രം അറിയാം. അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അഡ്വാൻസ് കയ്യിലുണ്ടോ? എത്ര വേണം? ഒരു 50 വേണം. ഇത് ഗോൾഡാണ്. അപ്പോഴും വേണ്ടി വരും. എനിക്ക് ആളിനെ കാണിച്ചെന്നാ മതി. ബാക്കിക്കാരെ ഞാൻ ഏറ്റ്. ഡേറ്റ് എന്നാ പറഞ്ഞേ? മറന്നോ? ഇന്ന് വൈകുന്നേരം അല്ലേ പ്രോഗ്രാമാ? ചേട്ടാ, എന്റെ സാരി എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ചേട്ടൻ റെഡി ആവുന്നില്ലേ? ഇല്ല. അതെന്താ? എനിക്ക് കൃഷിഭവൻ വരെ ഒന്ന് പോണം. എന്തിനാ? അവിടെ നല്ല മാങ്ങ അണ്ടി വന്നിട്ടുണ്ടെന്ന് നോക്കാൻ പോണം. അയ്യോ, ശരി ചേട്ടാ, ഒരു മിനിറ്റേ. റെഡിയാ. നോക്കിയോ? നടത്തിക്കാം. നിന്റെ ദാസന്റെ അണ്ടി മാങ്ങ ഞാൻ പറിക്കും കേട്ടോ. കാണിച്ചു തരടി. അവളുടെ അമ്മൂമ്മയുടെ റീയൂണിയൻ.
തുടങ്ങി ചേട്ടാ, തുടങ്ങി. എന്റെ ദൈവമേ, എന്തെന്ന് സൗണ്ട്? അപ്പ എന്റെ അച്ഛൻ, മാമ, മാമന്റെ അപ്പുറം, അണ്ണ, എന്താ അണ്ണന്റെ 2 മക്കളെയും കണ്ട്. വീട്ടാ പറഞ്ഞോ ഈ ആണുങ്ങളെല്ലാം കൂടെ തുണി നാളെ കണ്ടോ? ആരും അതാണ് എന്റെ ഭാര്യ. ഇടിയും മഴയും വരുമെന്ന് പറഞ്ഞത്. വരുവാടാ വരും. എന്നെ പറഞ്ഞറിഞ്ഞ ഒപ്പിച്ചൊക്കെ റോക്കിച്ച മോളെ എനിക്ക് തരാടിയില്ല. എനക്കൂടെ സദ്യ കഴിഞ്ഞ് പിന്നെ തരാം. ഇങ്ങനൊക്കെ ചെയ്യണം. മുട്ടി മുട്ടിയില്ല മുട്ടി കിടപ്പൂടി വെറുതെ കഴിക്കാം. മുട്ടിച്ച് ആട്ടുന്നു. എന്താ നീ എന്തിനാണ് തൊടുന്നത്? വൈബ്രേഷൻസ് എവിടെ? പാട്ടിന്റെ. നമുക്ക് സമയമുണ്ട്, ആരാണെന്ന് അറിയണ്ടേ? എന്റെ കണ്ണടിച്ചു നിങ്ങടെ സത്യം പറഞ്ഞ എത്ര നാളുകൾക്ക് ശേഷം ഇങ്ങനെ അടിച്ചു പൊളിക്കുന്ന മനസ്സ് തുറന്നു ചിരിക്കുന്നേ. പിന്നെ ലാസ്റ്റ് സെന്റ് ഓഫിന്റെ അന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കൂടണമല്ലേ? ഇടയ്ക്കിടയ്ക്ക് എന്റെ അമ്മയ്ക്ക് മണ്ണിടാനായിരിക്കും റോക്കച്ച മോളെ ഇതിനൊക്കെ കൂടാൻ. ശരിക്കും പറഞ്ഞാൽ കോളേജ് ലൈഫ് നിർത്തണ്ടായിരുന്നേ, കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. തോറ്റോറ്റ് പഠിക്കായിരുന്നു. നീ പഠിച്ചു എന്ന് പറയണ്ട, നീ തോറ്റ് എപ്പോഴും തോക്കലായിരുന്നു. ഇതാരാ? രാഹുൽ ഞാൻ പറഞ്ഞില്ലേ അന്റാർട്ടിക്കയിലെ എന്റെ പറയാതെ രക്ഷപ്പെട്ടു. എന്നിട്ട് അന്റാർട്ടിക്ക പോയിക്കുന്നു. ഇതൊക്കെ എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. എടി ആരെയും കാണുന്നില്ലല്ലോ, നീ അല്ലേ പറഞ്ഞു ഒരുപാട് പേര് വരുന്നുണ്ടെന്ന്. അടങ്ങന്റെ പെണ്ണെ, എല്ലാരും ഓൺ ദ വേയാ, ദൂരം ഇല്ലേ? മിക്കവാറും മേടിച്ച ഫുഡൊക്കെ വേസ്റ്റ് ആവും തോന്നുന്നു. മേടിച്ചതല്ല, വെച്ചതാ ഞാൻ, എന്റെ കൈ കൊണ്ട്. എന്തായാലും വേസ്റ്റ് ആവത്തില്ല. ദൈവനുണ്ടല്ലോ. ഈ കോളേജിൽ പഠിക്കുമ്പോ എങ്ങനെ ഇരുന്നാന്നറിയാലോ. ഹസ്ബൻഡ് എന്ത്? പുള്ളിക്കാരെ മാംഗോ ജ്യൂസ് വാങ്ങിക്കാൻ പോയിക്കോ. മാംഗോ ജ്യൂസ് കലക്കി തരിഞ്ഞ പുള്ളിക്കാരെ മുരടനാന്നൊക്കെ പറയുന്ന കേട്ട്. അങ്ങനൊന്നുമില്ല. ഇച്ചിരി മുരടൊന്നും അല്ല, ഇച്ചിരി കൂടുതലാ. ഒരു പ്രായം ചെന്ന പടി കിളവൻ, കുഴിയിലോട്ട് കാലം നെട്ടിയിരിക്കുന്ന കിളവൻ. കുഴിയിലോട്ട് കാല് കെട്ടിക്കുന്ന തന്തയടി റോക്കച്ച മോളെ. എടാ ഇത് അങ്ങനൊന്നും അല്ല, പുള്ളിക്കാരൻ ഫിനാൻഷ്യലി കുറച്ച് സൗണ്ടാ. പിന്നെ എന്റെ ജാതകത്തിന് ചേരുന്നത് പുള്ളിക്കാരന്റെ ജാതകമേ ഉള്ളായിരുന്നു. ആള് പാവാ. ഈ ജാതകം, ഇവിടെ ജാതകമൊക്കെ നോക്കുന്നു. ഇവിടെ നിരീശ്വരവാദിയല്ലായിരുന്നോ? ദാസനെ പിടിക്കട്ടെ. എടാ നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ, കോളേജിൽ പഠിക്കുമ്പോ ഞാൻ ഇവളുടെ കുറെ എത്ര നടന്നതാ. അന്നൊന്നും എന്നെ നോക്കാത്ത ഇവള് ആ കിളവനുണ്ടെന്ന് തല വെച്ച് കൊടുത്തേക്കുന്നു. എനിക്ക് സംശയമുണ്ട്. എടാ അതിൽ അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അന്നത്തെ ഇവന്റെ കോല ഓർക്കുന്നുണ്ടോ? അതാരും കുറ്റം പറയണ്ട. അന്ന് ഇവനെ കൊള്ളത്തിലായിരുന്നെങ്കിൽ ഇപ്പം ഭയങ്കര ഗ്ലാമറാ. എടാ സത്യം പറഞ്ഞ ഈ ഗ്ലാമർ അന്നുണ്ടായിരുന്നല്ലോ, ഞാൻ മൂക്കും കുത്തി വീണാനെ. എന്റെ മുഖത്തോട്ട് നോക്കി സൂപ്പറല്ലേ? സംശയമുണ്ട്. എന്നാ കുഴപ്പമില്ല, ഞാൻ റെഡിയാണ്. മുഖം കുത്തി വീണോ? ഇപ്പോഴും സമയം വൈകിട്ടില്ല. അതെ, ഇനി ആവാം. എടി ഞാൻ റെഡിയാ. ഞാൻ ക്ലറോട് പോയി ചാവാൻ പറ. അവനിപ്പോ റെഡിയാവും. ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും തന്നെ, അതേ ടീഷർട്ട്, അതേ നെയ്ത്തളവ്, എല്ലാം അങ്ങനെ തന്നെ. കൊള്ളാം കേട്ടോ. എന്ത് അല്ല, അവൻ കൊള്ളാന്ന്. നിന്റെ അവന്റെ സാമാനത്തിന് നോക്കാനാണ് എന്നെ വിളിച്ചിട്ട് ഞാൻ. അല്ല അണ്ണന്റെ സാമാനം. എന്റെ സാമാനം അല്ല അണ്ണനെ നോക്കാൻ, ദാസ് നോക്കാൻ. ഇങ്ങനെ ഒരു കാര്യം. അതെ, റെസ്റ്റ് എടുത്തല്ലോ. അടുത്ത സ്റ്റെപ്പ് ഇടാം. പുതിയ സ്റ്റെപ്പ് ഇടാം. പടി എനിച്ചോ. അണ്ണ എന്തായാലും അവര് സ്റ്റെപ്പ് തുടങ്ങണം. ഇപ്പൊ ഇന്ന് കഴിയൂല. ഞാൻ ഒന്ന് പോയിട്ട് വട്ടെ. ഇവിടെ അല്ല, കുത്തി ഇരുന്നപ്പോഴേ കടപ്പുരത്ത് ഇരുന്ന ഫീലൊക്കെ തോന്നുന്നു. എന്തായാലും ഇപ്പൊ ഇന്നും കഴിയത്തില്ല. ഞാൻ ഇപ്പം വരാം. അണ്ണ അവിവേകം ഒന്നും കാണിക്കില്ലേ?
വേഗം പറഞ്ഞേ. പെട്ടെന്ന് വരാം. അയ്യോ ഞാൻ പോലും അങ്ങനെ പിടിച്ചിട്ടില്ല. മാങ്ങാണ്ടിയല്ല തേങ്ങാണ്ടി. കാണിക്കുന്നോ ഇത്ര നേരം ഞാൻ ഇവിടെ കണ്ടോണ്ടിരിക്കുവായിരുന്നു നിന്റെ എല്ലാത്തിനും ഓരോ പരിപാടികൾ. നാണം കിട്ടാനാ നീക്ക് പറഞ്ഞേ. ആരെങ്കിലും നിന്നെ ഞാൻ അന്ന് പോലെ നോക്കിച്ച ആരെങ്കിലും ഏത് ഫ്രണ്ട്? ഓ അന്റെ പെറുവിൽ പറ്റി കഴിഞ്ഞപ്പോ നിനക്ക് ഇപ്പൊ ഇവിടെ അന്റാർട്ടിക്ക ഓരോ പരിപാടി. ഇവരല്ലേ എന്റെ കള്ളക്കമുകൻ? നിന്റെ കള്ളക്കമുകൻ തന്നെ. ഇനി ഞാനൊന്ന് വിളിച്ചിരുന്നു കേട്ടാ. ഇവിടെ വാട്സപ്പ് മെസ്സേജ് എന്തോന്നു ദാസ് അവന്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. നീ അങ്ങനെ എന്തൊരു ഒളിപ്പിനെ ഒന്ന് നീട്ടടാ. മറ്റേ 12 മണിക്ക് ശേഷം അത് ഇവരായിരുന്നില്ലേ? ഓ 1 മണിക്ക് 2 പക്ഷി കിട്ടി. എനിക്ക് എല്ലാത്തിനും കിട്ടുന്നത് കണ്ടുപിടിച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചു. ആരുടെ ദാസപ്പ? ആരുടെ ദാസ്? പിന്നാരാ? ഓ അവനെ മുറിക്കകത്ത് കയറ്റി ക്ഷീണിച്ചേർന്ന് ഉറങ്ങുവാ. കളിച്ചിട്ട് ഇറങ്ങടി വരാൻ മര്യാദ ഇറക്കടിയില്ല. ചവിട്ടി പൊളിക്കും ഞാൻ. എന്റെ വീടാണെന്ന് ഞാൻ നോക്കത്തില്ല. വിളിത്തിറക്ക്. ഇതിനെല്ലാം ഇന്ത്യ ആഘോഷമാണ്. ഞാൻ അറിയേ നിന്നെ എനിക്ക് അവസാനം ഒന്ന് കാണണം. എന്റെ മര്യാദയ്ക്ക് ഭാര്യനെ പഴപ്പിക്കണം. പെണ്ണാണ് നീ. വിളിച്ചിറങ്ങി കാണിക്കാൻ പോന്നുള്ളൂ ഞാൻ. ആരത്? ദാസ്. ഇതാണോ ദാസ്? ഓഹോ അപ്പൊ നിനക്കൊക്കെ ഈ ഏജ് ഓവറായിട്ടുള്ള ആൾക്കാരോട് താല്പര്യം അല്ലേ? ആ കൊള്ളാടി. നിനക്ക് എന്നെ വേണ്ട. ഇത്തരം പടികളായിട്ടുള്ള ഇയാളെ മതി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എന്തൊക്കെയാ പറയുന്നത്? പച്ച പരമാർത്ഥം. ദൈവമേ എന്റെ അച്ഛൻ നേരത്തെ പോയത് എന്ത് കാര്യമായി. ഇല്ലെങ്കിൽ അങ്ങനെ ഉയര് നീരാവിയായിട്ട് മേളിൽ പോയാൽ. ദിവസം പറഞ്ഞോണ്ടല്ലോ ഇതെന്നെ പഠിപ്പിച്ച സാറാ. സാറിന്റെ പേരാ എല്ലാവരും വിളിക്കുന്നത്. സാറ് തന്നെ പറഞ്ഞത് സാറിന്റെ പേര് വിളിച്ചാൽ മതിയെന്ന്. സാറിന് ഇഷ്ടമല്ല സാറെന്ന് വിളിക്കുന്നത്. ഹയറാർക്കി ഇഷ്ടമല്ല. സാറിന്റെ മോള് പോലും സാറിനെ പേരാ വിളിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കണ്ടപ്പോ തൊട്ടേ സാറിനെ പേരാ വിളിക്കുന്നത്. മനസ്സിലായോ? സോറി സാർ. എനിക്കറിയില്ലായിരുന്നു. ഗോവിന്ദ പണിക്കർ. ഹസ്ബൻഡ് ശങ്കർ ദാസ്. കഴിവുള്ള മോനെ. എന്തുകൂടാ കാണിച്ചേ? ചവിട്ടെ. ആര് പറഞ്ഞു? നീ ഏതാ? ഏതാടാ? കൊല്ലല്ലേ? നീ ഏതാ? വെള്ളം കുടിക്കാൻ വന്നോ? വഴി ചോദിച്ചോ? എന്തിനാ വന്ന മോനെ? എനിക്കറിഞ്ഞു തന്നെ. എനിക്കറിഞ്ഞു പത്ര നീ ഏതാ? നീ എന്ത് പരിപാടി? ഇതാണ് എന്റെ ഭാര്യ, എന്റെ ഭാര്യയുടെ ഫ്രണ്ട്സ്. അവരുടെ വീട് ഗെറ്റ് ടുഗദർ ആവശ്യപ്പെട്ടിരുന്നു. സാറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി എന്നെ കൊണ്ട് വിളിച്ചെടുത്തപ്പോൾ നീ ആളെ ചവിട്ടിതായിട്ട് കൊന്നു. നീ എന്താ? എനിക്കറിയത്തില്ല. എനിക്കറിയാം 3 ഹോളാണ് എല്ലാവരും ചവിട്ടി കൂടെ ഒറ്റ ഹോളാക്കി വെച്ചിട്ടുണ്ട്. ചത്തയാണ്. സന്തോഷമല്ലേ? എന്തിനു മോനെ വന്നെന്തിനാന്ന് പറയാം. പറഞ്ഞോ. ഇല്ലെങ്കിൽ നീ ഇതിനകത്ത് അന്തം പൊട്ടിക്കാൻ ഡാൻസ് കളിക്കില്ല. എല്ലാത്തിനും ഞാൻ കൂട്ടി കയറ്റും. ഡാൻസ് കളിച്ചു ഇല്ലെങ്കിൽ എല്ലാത്തിനും അകത്താ. കളിച്ചോ? കളിച്ചോ? അത് വേണ്ട. കളിച്ചെന്ന് പറഞ്ഞാൽ നീ റായി പിടിക്കുന്നത്. നിനക്ക് എല്ലാം കളിക്കറിയത്തില്ലേ? നീ അതായിരിക്കുന്നല്ലേ? അങ്ങോട്ട് നോക്കണ്ട. അത് കഴിഞ്ഞ് ഇത് നോക്കണ്ട. അയാൾ അമേരിക്കയിലും പോകത്തില്ല, എങ്ങും പോകത്തില്ല. ചുടുകാട്ടിലോട്ട് പോകണ്ട. ഔക്കിച്ചു വരുന്നു.